എല്ലാവരും സുഖായിരിക്കുന്നെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഒരു വെറൈറ്റി ഉള്ള ഒരു കേക്കാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. ഒരു പ്രത്യേക ഫ്ലേവറിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിനൊരു വെറൈറ്റി ടേസ്റ്റുമാണ് കേട്ടോ. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറഞ്ഞ സമയം മതി കേട്ടോ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സ്ഡ് ജാറിലേക്ക് 3 എഗ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ഇതിട്ട് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കണ്ടോ ഇപ്പോൾ ഇതേപോലെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മൈദയാണ്. ഞാനിപ്പോൾ 1 കപ്പ് മൈദയാണ് ട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മൈദ എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതായാലും മതി ട്ടോ. പിന്നെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാലെടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറുള്ള പാൽ വേണം ട്ടോ എടുക്കാനായിട്ട്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് തണുത്ത പാൽ ചേർത്ത് കൊടുക്കരുത്. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്ടോ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റെഡിയാക്കി എടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം ട്ടോ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ മടങ്ങി മടങ്ങി വീഴുന്ന രീതിയിലുള്ള ഒരു ബാറ്റർ ആക്കിയിട്ട് റെഡിയാക്കി എടുക്കുക. ഒരുപാട് ലൂസായിട്ടൊക്കെ പോകരുത് ട്ടോ. അപ്പോൾ ഇതിപ്പോൾ റെഡിയാണ്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ ഈ കേക്ക് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ഇതുപോലൊരു പാനിലാണ് ട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അത് ഏത് പാനിൽ വേണമെങ്കിലും നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററില്ലേ അത് ഇതിലേക്ക് മുഴുവനായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ബബിൾസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പതുക്കെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പാൻ ഡയറക്റ്റ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കരുത് കേട്ടോ. അത് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതിൻ്റെ താഴെയായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മേലെ വേണം കേട്ടോ ഈ പാൻ വെച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ കുക്കായിട്ടുണ്ടോ എന്നുള്ളത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൂടി ഒന്നുകൂടെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിയട്ടെ. അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ ഇപ്പോൾ നന്നായിട്ട് തന്നെ ഇത് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്യൂറിങ്ങ വെച്ചിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുക്കായിട്ടുണ്ടോ എന്നുള്ളത്. ഞാൻ പക്ഷേ ഇതൊന്നും ചെയ്ത് നോക്കുന്നില്ല കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. നല്ല സ്പോഞ്ച് പോലെ തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ചൂട് പോയതിന് ശേഷം നമുക്കിത് എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം പോയിട്ട് നല്ലതുപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. കണ്ടോ നല്ലതുപോലെ തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ടോപ്പിംഗ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ലെയർ പോലെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കേക്കിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊന്ന് സ്ക്വയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.
ഇപ്പോൾ ഒരു സ്ക്വയർ പോലെ ഞാനതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഞാനൊരു ലെയർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ ഇപ്പോൾ നല്ലതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു പാൻ എടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് നേരം ഇതൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ. നമുക്കിത് ഷുഗർ കാരമൽ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് നേരം ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ കണ്ടോ ഷുഗർ എല്ലാം ഒന്ന് മെൽറ്റ് ആയിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇത് നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറായിട്ട് വരണം. അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ കണ്ടോ നമ്മുടെ ഷുഗർ കാരമൽ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഒരുപാട് അങ്ങനെ ഡാർക്ക് കളറാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സ് ഇല്ലേ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് കൈ എടുക്കാതെ നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ ഇപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ ഇപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് വന്നിട്ടില്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഇത്രയും മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ചൂടോട് കൂടി തന്നെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കില്ലേ അതിൻ്റെ മുകളിലായിട്ട് ഇത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പാച്ചില വെച്ചിട്ട് ഇതെല്ലാ സൈഡിലേക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ എല്ലാ സൈഡിലേക്കും നന്നായിട്ട് ഞാനതൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നേരം ഇത് ചൂടൊക്കെ പോയിട്ടൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. കാരണം ഇതിനിപ്പോൾ ചെറിയൊരു ചൂടുണ്ടല്ലോ. അപ്പോൾ ആ ചൂടൊക്കെ പോയിട്ട് ഇതൊന്ന് സെറ്റായിട്ട് വരട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പുറത്ത് തന്നെ വെച്ചാൽ മതി. അപ്പോൾ കുറച്ച് നേരം കഴിയട്ടെ. നന്നായിട്ട് ചൂട് പോയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം പോയി നന്നായിട്ടും തണുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ നന്നായിട്ട് തന്നെ നമുക്കിത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ നന്നായിട്ട് തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നമ്മൾ ആ ലെയർ കൂടി ചെയ്തെടുത്തതിൻ്റെ പേരിൽ തന്നെ ഇതിങ്ങനെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.